Hi dear students, good afternoon. How are you? In previous class, we studied Abraham Lincoln. Abraham Lincoln के बारे में भी पढ़ा सकता हूँ. अब्राहम लिंकन की दयालुता. अब्राहम लिंकन की दयालुता. अब्राहम इन्हें वाइने अब्राहम लिंकन की दयालुता. दयालुता mercy, अलिव दया. ओके, अब्राहम लिंकन की दयालुता. ഫസ്റ്റ് തൊട്ട് ഒന്നുകൂടി വായിക്കാം, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ സംയുക്ത രാജ്യ अमेरिका को बनाने वालों में संयुक्त राज्य अमेरिका को बनाने वालों में अब्राहम लिंकन का नाम बड़े आदर से लिया जाता है. वह ऐसे राष्ट्रपति थे जिन्होंने अमेरिका के उत्तरी तथा दक्षिणी भागों के एकीकृत कर उसे एक महान राष्ट्र बनाया और वहां से दासप्रथा को समाप्त किया. अब्राहम लिंकन आरंभ से ही बड़े दयालु और परोपकारी थे. बचपन में एक बार लिंकन अपने मित्रों जॉन डेविड और बराक के साथ खेल रहे थे. उसी समय उन्होंने एक काले घोड़े को आते देखा. घोड़े की पेट पर कांटी तो थी, परंतु सवार नहीं था. अब्राहम सोचने लगा, हो न हो इसका सवार कहीं गिर गया है. उसने अपने मित्रों से कहा, मित्रों, मालूम होता है कि घोड़े का सवार मार्ग में कहीं गिर गया है. कहीं उसे छोड़ने लगी हो. चलो चलकर उसकी सहायता करें. എന്താണ് പറഞ്ഞത്? സംയുക്ത രാജ്യ അമേരിക്കക്കോ ബനാനെ വാലെ, സംയുക്ത രാജ്യമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട്, അമേരിക്കയെ ഒരു സംയുക്ത രാജ്യമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ പറയും ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചത് ആരാണെന്ന് നമ്മൾ പറയുന്നത് അമേരിക്ക ഒരു സംയുക്ത രാജ്യമായി തീരുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചൊരു വ്യക്തിയായിരുന്നു ആര്? അബ്രഹാം ലിങ്കൻ. അപ്പോൾ ദക്ഷിണോ പശ്ചിമി ഉത്തരി ഭാഗങ്ങളെ ഏകീകരിച്ചുകൊണ്ട് രണ്ട് ഭാഗങ്ങളെയും ഏകീകരിച്ചുകൊണ്ട് ഒരു സംയുക്ത രാജ്യമാക്കി തീർക്കുവാൻ വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു ആരാ? അബ്രഹാം ലിങ്കൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു മനസ്സലിവ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു ദയ ആ കുട്ടിക്കാലത്ത് തൊട്ട് തന്നെ ഉണ്ടായിരുന്നു. അതിനെ സംബന്ധിച്ചൊരു ആ ഒരു കുറച്ച് ഭാഗം, അദ്ദേഹത്തെക്കുറിച്ചുള്ള കുറച്ച് ഭാഗമാണ് നമുക്കിപ്പോൾ ഇവിടെ പഠിക്കുവാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുകയായിരുന്നു? അദ്ദേഹം കുറേ ഫ്രണ്ട്സുമായിട്ട്, മിത്രം എന്ന് വെച്ചാൽ ഫ്രണ്ട്സാണ്. അപ്പോൾ ജോൺ ഡേവിഡ് और बराक, ജോൺ ഡേവിഡ് ബറാക്ക്, ജോൺ ഡേവിഡ് ബറാക്ക്, അങ്ങനെ 3 സുഹൃത്തുക്കളോടൊപ്പം കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു കുതിര വരുന്നത് കണ്ടു അല്ലേ? കാലേ ഘോഡേ. ഘോഡയുടെ കളർ എന്തായിരുന്നു? കാല, കറുപ്പ് അല്ലേ? എന്തുവായിരുന്നു? ഘോഡ, കുതിര. കാല ഘോഡ, കറുത്ത കുതിര വരുന്ന കണ്ടു. അപ്പൊ ആരൊക്കെയായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്? ജോൺ ഡേവിഡ് ബറാക്ക്. അപ്പൊ കാല ഘോഡ, ഘോഡയുടെ നിറം, കുതിരയുടെ നിറം എന്തായിരുന്നു? കറുപ്പ്. അപ്പം ഒരു കറുത്ത കുതിര വരുന്നത് കണ്ടു. അതിൻ്റെ മുകളിൽ എന്താണ്? അത് ആൾക്കാർ ഇരുന്ന് യാത്ര ചെയ്യുന്നതിൻ്റെ ഒരു പീഠം ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്ന് ആളുണ്ടായിരുന്നില്ല. ആളെവിടെ പോയി? താഴെ വീണുപോയി.
उसने अपने मित्रों से कहा, അവൻ അബ്രഹാം ലിങ്കൻ എന്തു പറഞ്ഞു? തൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു, എൻ്റെ പുറത്ത് സവാരി ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു, പക്ഷേ ആ ആൾ അതിൻ്റെ പുറത്തു നിന്ന് വീണ് പോയതാകാം, അങ്ങനെ അതിനെ ഉപേക്ഷിച്ച് പോകരുതെന്ന് നമുക്ക് സഹായിക്കണമെന്നും പറഞ്ഞു. അപ്പം എന്താണ് ബാലൻസ് ഭാഷ നോക്കിയേ. एक साथी बोला, अरे अब्राहम, रहने भी दो, यह घोड़ा तो किसी शराबी का जान पड़ता है, वह शराब के नशों में शायद गिर गया होगा, हमें उससे क्या लेना देना, चलो കേലേ. എന്താണ്? അരെ അബ്രഹാം, നമ്മളെന്തിനാണ് കുതിരപ്പുറത്തിരിക്കുന്ന ആളെ സഹായിക്കാൻ വേണ്ടി പോകുന്നത്? അദ്ദേഹമല്ല ശരാബത്ത്, എന്താണ് മദ്യം പോലെയുള്ള മധുരപാനീയങ്ങൾ എന്തെങ്കിലുമൊക്കെ കുടിച്ച് വീട് പോയതാകാം, എന്തിനാണ് നമ്മൾ പോയി സഹായിക്കുന്നത്? നോക്കിയേ, ദൂസരെ സാത്തിയോം ने भी पहले साथी की माँ में हाँ मिलाई. അപ്പോൾ ഒരു സുഹൃത്ത് അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ ആദ്യത്തെ ഉള്ള കൂട്ടുകാരെല്ലാം അത് സമ്മതിച്ചു. इससे अब्राहम को संतोष न हुआ. അത് കേട്ടിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു അഭിപ്രായം കേട്ടിട്ട് സുഹൃത്തുക്കളെ ഇഷ്ടമായി തോന്നിയില്ല, സന്തോഷം ഉണ്ടായില്ല. വഹ ബോല, മിത്രോ ऐसा नहीं कहना चाहिए. മിത്ര സുഹൃത്തുക്കളെ അങ്ങനെ ഒരിക്കലും പറയരുത്. जो संकट में है उसकी सहायता करना हर मनुष्य का कर्तव्य है. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടിൽ, അല്ലേ, സങ്കട്ട്, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടിൽ, ഒരു അപകടത്തിൽ ഒരു വ്യക്തി പെടുകയാണെങ്കിൽ അതിനെ എന്ത് ചെയ്യണം? നമ്മൾ സഹായിക്കണം. അത് മനുഷ്യൻ്റെ ഒരു കർത്തവ്യമാണ്. इस पर सभी साथी अब्राहम का विरोध करने लगे. അത് ഇത് കേട്ടപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? സുഹൃത്തുക്കൾക്കൊക്കെ ദേഷ്യമായി തീർന്നു. शाम का समय हो गया था, सभी साथी एक एक करके घर चल गए. शाम का സമയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈവനിങ്, വൈകുന്നേരമായപ്പോഴത്തേക്കും शाम का समय വൈകുന്നേരം ആയപ്പോഴത്തേക്കും എന്ത് ചെയ്തു? സുഹൃത്തുക്കളെല്ലാം ഓരോരുത്തരായി പോകുവാൻ വേണ്ടി തുടങ്ങി. सभी साथी एक एक करके घर चल गए. अब अब्राहम अकेला रह गया. वह उस और चल पड़ा जिधर से वह घोड़ा आया था. അപ്പോൾ എന്ത് വന്നു? അവിടെ നിന്ന് ഒരു പോയ കുതിര തിരിച്ചു വന്നു. थोड़ी दूर जाने पर अब्राहम ने देखा कि मार्ग में सचमुच एक थोड़ी दूर जाने पर अब्राहम ने देखा कि मार्ग में सचमुच एक व्यक्ति गिरा पड़ा था. उसके मुंह से शराब की गंध आ रही थी. अब्राहम ने सोचा, मेरा अनुमान सच निकला. थोड़ी दूर जाने पर, കുറച്ച് ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞപ്പോൾ അബ്രഹാം കണ്ടു വഴിയിൽ ഒരാൾ വ്യക്തി മറിഞ്ഞു കിടക്കുന്നത്. ഉസ്കെ മുഖ് സെ ശരബ് കി ഗന്ധ് ആ രഹി ഥി. അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നും ശരബ്, അതിൻ്റെ ഗന്ധം പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. അബ്രഹാം നീ സോച്ച, മേരാ അനുമാൻ സച്ച് നിഖല. അബ്രഹാം ചിന്തിക്കുകയാണ്, എൻ്റെ അനുമാനം, എൻ്റെ തീരുമാനം, അല്ലേ, എൻ്റെ ചിന്ത കറക്റ്റായിരുന്നു. ആകെ ബെഡ്കർ ഉസ്നെ ശരാബി കോ ഉടാകർ കന്ധേ പർ ഡാൽ ലിയ. അദ്ദേഹത്തെ എടുത്ത് കഴുത്തിലൂടെ ചുറ്റിയെടുത്ത് ഞാൻ എന്ത് ചെയ്തു? അദ്ദേഹത്തെ ചുറ്റി കഴുത്തിൽ കൂടി പിടിച്ച് അദ്ദേഹം ധീരെ ധീരെ അപ്പനെ ഘർ കി ഓർ ചൽപ്പട, തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. शराबी के बोझ से थककर वह चूर चूर हो गया था. जब वह घर पहुंचा तो उसकी बहन उसका इंतजार कर रही थी. बहन ने शराब की गंदा सूखते ही झुलसाकर अब्राहम से कहा, तुम्हें हर समय दूसरे की सहायता करने की ही पड़ी रहती है, देखते नहीं कि इसका सारा शरीर गंदगी से भरा हुआ है और मुंह से शराब की बू आ रही है. അദ്ദേഹത്തിൻ്റെ സഹോദരി ഇങ്ങനെ കാത്തിരിക്കുമായിരുന്നു. അബ്രഹാം ലിങ്കൻ്റെ സഹോദരി വീട്ടിൽ കാത്തിരുന്ന് പറയുകയാണ്, അങ്ങ് സദാസമയം എന്ത് ചെയ്യുന്നു? സുഹൃത്തുക്കളെ അന്വേഷിച്ച്, സുഹൃത്തുക്കളെ എന്ത് ചെയ്യണം? സഹായിച്ചുകൊണ്ടേ, അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിച്ചു കൊണ്ടിരിക്കുകയാണ്, അല്ലേ? എപ്പോഴും നമ്മുടെ വീട്ടിലായാലും ചിലപ്പോൾ പറയുന്നതാണ്, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കരുത്, അവരവർക്ക് വേണ്ടി തന്നെ ജീവിക്കണമെന്നൊക്കെ പറയും, അല്ലേ? അതുപോലെ എന്താണ്, എല്ലാ സമയവും
അങ്ങ് മറ്റുള്ളവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ എന്താണ്, നീ ഇപ്പോൾ കൊണ്ടുവന്ന ഈ ഇദ്ദേഹത്തിൻ്റെ വായിൽ നിന്നും എന്താണ്, ഗന്ധ, ശരബ് കി ഗന്ധ ആ രഹി ഹെ, മദ്യത്തിൻ്റെയൊക്കെ ഗന്ധ സ്മെല്ലാണ് വരുന്നത്. अब्राहम ने बहन की बात पर कोई ध्यान नहीं दिया. उसने शराबी की गंदे कपड़े उतारे और उसके शरीर को साफ किया. फिर उसे अपने कपड़े पहनाए और सुला दिया. रात भर जागा कर वह उसकी देखभाल करता रहा. രാത്രി മുഴുവനും എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ അവസ്ഥ നോക്കിക്കൊണ്ടിരുന്നു അല്ലേ. ഡ്രസ്സൊക്കെ മാറ്റി ക്ലീൻ ചെയ്ത് വേറെ അദ്ദേഹത്തിന് ഡ്രസ്സൊക്കെ ഇടിച്ചു കൊടുത്തിട്ട് രാത്രി മുഴുവനും നോക്കിക്കൊണ്ടിരുന്നു. സവാരെ നോക്കിയേ, സവേരെ होने का था, सवेरा होने तक शराबी होश में आ चुका था. जागकर उसने अब्राहम को अपना नाम डैनियल बताया. രാവിലെ ആയപ്പോഴത്തേക്ക് സവേര, സവേര മീൻസ് മോർണിംഗ്, സവേര മോർണിംഗ്. सवेरे होने तक शराबी होश में आ चुका था. जाकर उसने अब्राहम को अपना नाम ഡാനിയൽ बताया. പേരെന്താണ് പറഞ്ഞത്, രാവിലെ ആയപ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ കണ്ടീഷൻ മാറി. അപ്പോൾ എന്താണ് പറഞ്ഞത്, പേര് ഡാനിയൽ. അദ്ദേഹത്തിന്റെ പേരെന്താണ് പറഞ്ഞത്, ഡാനിയൽ. उसने कहा, प्यारे मित्र, मैंने बड़ी भूल की जो इतनी शराब पी गया. प्यारे मित्र, സുഹൃത്തെ, സ്നേഹമുള്ള സുഹൃത്തെ, मैंने बड़ी भूल की जो इतनी शराब पी गया. സുഹൃത്തെ, मैंने बड़ी भूल की, ഞാൻ ഏറ്റവും വലിയൊരു തെറ്റാണ് ചെയ്തത്, ഞാൻ കുറച്ച് മദ്യം കഴിച്ചുപോയി. ധന്യ ഹോ തും കി തുമ്നെ മുझे സഹാര ദിയ, വളരെ നന്ദിയുണ്ട് നിങ്ങൾ എന്നെ രക്ഷിച്ചതിന്. और मेरी सेवा की, എന്നെ എന്ത് ചെയ്തു, സേവിച്ചതിന്. मैं तुम्हारा उपहार कभी नहीं भूलूंगा, ഇനി ഞാൻ അങ്ങയുടെ സഹായം, എനിക്ക് ചെയ്തു തന്ന ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. मेरा विश्वास है कि, എൻ്റെ വിശ്വാസം എന്താണ്, तुम अपने देश को अवश्य ऊंचा उठाओगे, എൻ്റെ വിശ്വാസം എന്താണ്, താങ്കൾ നമ്മുടെ രാജ്യത്തിൻ്റെ ആവശ്യങ്ങൾ ഉയർത്തിക്കാട്ടും, വളരെ ഉന്നതിയിലെത്തിക്കും. വ്യക്തി അപ്പനെ ഖർച്ചൽ ഗയ, ഇത്രയൊക്കെ പറഞ്ഞിട്ട് ആ വ്യക്തി വീട്ടിൽ നിന്നും പോയി. യഹ് ബാലക്, അങ്ങനെ ഒരു വ്യക്തിയാണ് അബ്രഹാം കി ബാദ് മേ സംയുക്ത രാജ്യ അമേരിക്ക കാ മഹാൻ രാഷ്ട്രപതി അബ്രഹാം ലിങ്കൻ ബന. അങ്ങനെയുള്ള ഒരു കൊച്ചു കുട്ടിയാണ് വളരെ വലുതായപ്പോൾ ആരായി തീർന്നത്, സംയുക്ത രാജ്യ അമേരിക്കയുടെ മഹാനായ രാഷ്ട്രപതിയായി തീർന്നത്. രാഷ്ട്രപതി അബ്രഹാം ലിങ്കൻ ബന, ജിസ്കാ നാം ആജ് ഭി സമ്മാൻ കെ സാത്ത് ലിയാ ജാതാ ഹെ, അദ്ദേഹത്തിൻ്റെ പേര് ഇന്നും ആദരിക്കപ്പെടുന്നു. ആരാണ് എഴുതിയത്, ഹരിശ്ചന്ദ്ര PL വിജയ്, അദ്ദേഹമാണ് ഈ ചാപ്റ്റർ എഴുതിയത്. അപ്പോൾ ഒന്നുകൂടി മേഡം വായിക്കാം, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. संयुक्त राज्य अमेरिका को, എങ്ങനെയാണ് വായിക്കുന്നത്, संयुक्त राज्य अमेरिका को बनाने वालों में अब्राहम लिंकन का नाम बड़े आदर से लिया जाता है. वे ऐसे राष्ट्रपति थे जिन्होंने अमेरिका के उत्तरी तथा दक्षिणी भागों के एकीकृत कर उसे एक महान राष्ट्र बनाया और वहां से दास प्रथा को समाप्त किया. अब्राहम लिंकन आरंभ से ही बड़े दयालु और परोपकारी थे. बचपन में एक बार लिंकन अपने मित्रों जॉन डेविड और बराक के साथ खेल रहे थे. उसी समय उन्होंने एक काले घोड़े को आते देखा. घोड़े की पीठ पर कांटी तो थी परंतु सवार नहीं था. अब्राहम सोचने लगा, हो न हो इसका सवार कहीं गिर गया है. उसने अपने मित्रों से कहा, मित्र, मालूम होता है कि घोड़े का सवार मार्ग में कहीं गिर गया है.
कहीं उसे चोट लगी हो, चलो चलकर उसकी सहायता करें। एक साथी बोला, अरे अब्राहम, देखने भी तो एक घोड़ा तो किसी शराबी की जान पड़ता है, और शराब के नशे में शायद गिर गया होगा, हमें उससे क्या लेना देना, चलो खेले। दूसरे साथियों ने भी पहले साथी की हाँ में हाँ मिलाई, परंतु इससे अब्राहम को संतोष न हुआ। वह बोला, मित्रों, ऐसा नहीं कहना चाहिए, जो संकट में हो उसकी सहायता करना हर मनुष्य का कर्तव्य है। इस पर सभी साथी अब्राहम के विरोध करने लगे। शाम का समय हो गया था, सभी साथी एक एक करके घर चले गए। अब अब्राहम अकेला रह गया। वह उस और चल पड़ा जिधर से वह घोड़ा आया था। थोड़ी दूर जाने पर अब्राहम ने देखा कि मार्ग में सचमुच एक व्यक्ति गिरा पड़ा था। उसके मुंह से शराब की गंध आ रही थी। अब्राहम ने सोचा, मेरा अनुमान सच निकला। आगे बढ़कर उसने शराबी को उड़ाकर गधे पर डाल लिया और धीरे धीरे अपने घर की ओर चल पड़ा। शराबी के बोझ से थककर वह चूर चूर हो गया था। जब वह घर पहुंचा तो उसकी बहन उसका इंतजार कर रही थी। बहन ने शराब की गंध सूखते ही झुठलाकर अब्राहम से कहा, तुम्हें हर समय दूसरों की सहायता करने की ही पड़ी रहती है। देखते नहीं कि इसका सारा शरीर गंदगी से भरा हुआ है और मुंह से शराब की बू आ रही थी। अब्राहम ने बहन की बात पर कोई ध्यान नहीं दिया। उसने शराबी के गंदे कपड़े उतारे और उसके शरीर को साफ किया। फिर उसे अपने कपड़े पहनाए और सुला दिया। रात भर जागकर वह उसकी देखभाल करता रहा। सवेरा होने तक शराबी होश में आ चुका था। जागकर उसने अब्राहम को अपना नाम दानियल बताया। उसने कहा, प्यारे मित्र, मैंने बड़ी भूल की जो इतनी शराब पी गया। धन्य हो तुम कि तुमने मुझे सहारा दिया और मेरी सेवा की। मैं तुम्हारा उपकार कभी नहीं भूलूंगा और उसके बाद शराब कभी नहीं पीऊंगा। मेरा विश्वास है कि तुम अपने देश को अवश्य ऊंचा उठाओगे। यह कहकर वह व्यक्ति अपने घर चल गया। यह बालक अब्राहम की बाद में संयुक्त राज्य अमेरिका का महान राष्ट्रपति अब्राहम लिंकन बना, जिसका नाम आज भी सम्मान के साथ लिया जाता है। अब्राहम लिंकन, നോക്കിയേ, क्वेश्चंस നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. वस्तुनिष्ठ प्रश्न सही विकल्प पर सही का निशान लगाइए. अब्राहम लिंकन कहाँ के राष्ट्रपति बने? अब्राहम लिंकन कहाँ के राष्ट्रपति बने? तो फर्स्ट ऑप्शन है रूस के, इंडोनेशिया के, अमेरिका के. अब्राहम लिंकन कहाँ के राष्ट्रपति थे? इविടുത്തെ രാഷ്ട്രപതിയായിരുന്നു अब्राहम लिंकन. എവിടുത്തെയാണ്? रूस को, इंडोनेशिया के, थर्ड वन अमेरिका के. അപ്പോൾ എവിടുത്തെ രാഷ്ട്രപതിയായിരുന്നു अब्राहम लिंकन? എവിടുത്തെയാണ്? अमेरिका. अमेरिका के अमेरिका. तो फर्स्ट आंसर എന്താണ്? अमेरिका. अमेरिका के. तो सेकंड वन, कौन सी प्रथा का उन्मूलन अब्राहम लिंकन ने किया? എന്താണ്? पर्दा प्रथा, दास प्रथा,
സതിപ്രത. ഏതാണ്? ദാസ് പ്രത. ദാസ് പ്രത. ദാസപ്രത. തേർഡ് വൺ എന്താണ്? കാലേ ഘോടെ पर कितने आदमी बैठे थे? കാലേ ഘോടെ, കറുത്ത ഹോഴ്സ്, കുതിര. ആ കറുത്ത കുതിരയുടെ പുറത്ത് എത്ര വ്യക്തികളായിരുന്നു ഇരുന്നേന്ന്? ഏക്, ദോ, ഏക് ഭി നഹി. ഒരാള്, രണ്ടുപേര്, ഒരാളും ഇരുന്നില്ല. അപ്പൊ എത്ര പേരായിരുന്നു? വീണുപോയതല്ലേ. അപ്പൊ കുതിരയുടെ പുറത്ത് ഒരാളുണ്ടായിരുന്നു അല്ലേ? ആൻസർ എ. संकट में पड़े मनुष्य के साथ अब्राहम ने क्या किया? उसे छोड़ दिया, उसे अपने घर ले आया, उसके घर पहुंच दिया. അദ്ദേഹത്തെ ഉപേക്ഷിച്ചു പോയോ അല്ലെങ്കിൽ എന്താണ്? ഉസെ അപ്പനെ ഘർ ലേ ഗയാ. നെക്സ്റ്റ് ഉസ്കെ ഘർ പഹുഞ്ച് ദിയ, വീട്ടിൽ എത്തിച്ചു. അദ്ദേഹത്തിന്റെ വീട്ടിലാണോ എത്തിച്ചത്? മറ്റൊരു വീട്ടിലേക്ക്, അദ്ദേഹത്തിന്റെ വീട്ടിലേക്കാണോ കൊണ്ടുപോയത്? അബ്രഹാം ലിങ്കന്റെ വീട്ടിലേക്കാണോ കൊണ്ടുപോയത്? പിന്നെ എന്താണ്? അദ്ദേഹത്തെ ഉപേക്ഷിച്ചു പോയോ? അപ്പോൾ എന്താണ് ആൻസർ? ഉസേ അപ്പനെ ഘർ ലേ ആയ. ഉസേ അപ്പനെ ഘർ ലേ ആയ. അദ്ദേഹത്തെ വീട്ടിലേക്കാണ് കൊണ്ടുപോയത്. ആരുടെ വീട്ടിലേക്കാണ്? അബ്രഹാം ലിങ്കന്റെ വീട്ടിലേക്ക്. കിतने समय शर्बी की सेवा अब्राहम ने की? एक दिन, एक रात, कई दिन. ആൻസർ എന്താണ്? ഏക് ദിൻ എന്ന് വെച്ചാൽ 1 day, ഏക് രാത് ഒരു നൈറ്റ്, ഒരു രാത്രി. പിന്നെ എന്താണ്? കൈ ദിൻ, കുറച്ചു ദിവസം. അപ്പൊ എത്രയോ ദിവസമാണ് അബ്രഹാം ലിങ്കൻ അദ്ദേഹത്തെ നോക്കിയത്? ഏക് രാത്ത്, ഒരു ദിവസം രാത്രിയില്. ഏക് രാത്ത്. ഫസ്റ്റ് എന്താണെന്ന് നോക്കിയേ. अब्राहम लिंकन कहाँ के राष्ट्रपति बने? अमेरिका के राष्ट्रपति बने. सेकेंड वर्ड, कौन सी प्रथा की उन्मूलन अब्राहम लिंकन ने किया? ദാസപ്രഥ. ദാസപ്രഥ എന്ന് പറഞ്ഞാൽ എന്താണ്? മുതലാളിത്ത വ്യവസ്ഥ. അറിയാമോ? മുതലാളിത്ത വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്? പണക്കാരെന്നും പാവപ്പെട്ടവരെന്നും അതുപോലെ കാസ്റ്റ് സമ്പ്രദായമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്നുള്ളൊരു വേർതിരിവാണ് അദ്ദേഹം ഇല്ലാതാക്കിയത്. പിന്നെ എന്താണ്? ആ കുതിരയുടെ പുറത്ത് കിतने ആദ്മി बैठे थे? ഏക് ആദ്മി, ഓരോ വ്യക്തിയാണ് കുതിരയുടെ പുറത്തിരുന്നത്. कितने समय शर्बी की सेवा अब्राहम ने की? ഏക് രാത് की സേവ, ഒരു ദിവസം രാത്രിയുടെ സേവയാണ് അദ്ദേഹത്തിന് ചെയ്തു കൊടുത്തത്. शर्बी अजनबी को घर लाने पर कौन अब्राहम पर गुस्सा हुआ? लास्ट क्वेश्चन നോക്കിയേ. शर्बी अजनबी को, अजनबी मीन्स അറിയാത്ത ഒരു വ്യക്തി അല്ലേ? അറിയാത്ത ഒരു വ്യക്തിയെ വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ, അറിയാത്ത ഒരു വ്യക്തിയെ വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ ഇഷ്ട ഗുസ കീർപ്പിണങ്ങിയത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉസ്കി മാ, ഉസ്കി ബഹൻ, ഉസ്കി പിതാ. ഉസ്കി ബഹൻ, സഹോദരിയാണ് അല്ലേ? ഉസ്കി ബഹൻ. इसका सवार कहीं गिर गया है. किसने कहा? किससे कहा? इसका सवार, इसका सवार इसका सवार
कहीं गिर गया है। कहीं गिर गया है। किसने कहा? ആര് പറഞ്ഞു എന്ന് എഴുതിയാൽ മതി. ആരാണ് പറഞ്ഞത്? അബ്രഹാം ലിങ്കൻ. അബ്രഹാം ലിങ്കനാണ് പറഞ്ഞത്. നെക്സ്റ്റ് നോക്കിയേ, ആരെ? അബ്രഹാം രഹ്നെ ഫീഥോ. അതാരാണ് പറഞ്ഞത്? സെക്കൻഡ് രഹ്നെ ഫീഥോ. അരേ അബ്രഹാം രഹ്നെ ഫീഥോ എന്ന് പറഞ്ഞ ആരാണ്? സുഹൃത്തുക്കളാണല്ലേ. സാത്തീനെ കഹ, ഏക് സാത്തീനെ കഹ. ഇതിന്റെ പുറത്തുനിന്നുള്ള ഒരു വ്യക്തി വീണ് പോയി എന്ന് പറഞ്ഞത് ആരാണ്? അബ്രഹാം ലിങ്കനാണ്. നെക്സ്റ്റ് എന്താണ്? അരേ അബ്രഹാം രഹ്നെ ഫീഥോ. രഹ്നെ ഫീഥോ എന്ന് പറഞ്ഞത് ആരാണ്? ഏക് സാത്തി, ഒരു സുഹൃത്താണ് അല്ലേ. രഹ്നെ ഫീഥോ ഏക് സാത്തീനെ കഹ. थर्ड वन, मेरा अनुमान सच निकला. मेरा अनुमान सच निकला. थर्ड वन, मेरा अनुमान സച്ച് നിക്കല. അങ്ങനെ പറഞ്ഞതാണ് അബ്രഹാം ലിങ്കൻ അല്ലേ. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? കുതിരയുടെ പുറത്തുനിന്ന് ഒരു വ്യക്തി താഴെ വീണ് പോയതാവാന്ന് സുഹൃത്തുക്കളോട് പറഞ്ഞു അല്ലേ. അവര് പറഞ്ഞ എന്താണ്? എന്തെങ്കിലും ശരാബ് കുടിച്ച് പോയതായിരിക്കും, അവന് ഉപേക്ഷിച്ച് പോകാൻ പറഞ്ഞിട്ട് അദ്ദേഹം പോയി കണ്ടുപിടിക്കുകയാണ് ചെയ്തത്. അപ്പം അതാണ് പറയുന്നത് മേരാ അനുമാൻ, എൻ്റെ തീരുമാനമാണ് ശരി, ഞാൻ പറഞ്ഞതാണ് ശരി അല്ലേ. സച്ച് നികല. ആരാണ് പറഞ്ഞത്? അബ്രഹാം. इसका सारा शरीर गंदगी से भरा हुआ. इसका सारा शरीर गंदगी से भरा हुआ. इसके शरीर इसका शरीर गंदगी से भरा हुआ है. गंदगी से भरा हुआ. इसके शरीर गंदगी से भरा हुआ है.
ആരാണ് പറഞ്ഞത്? ഇസ്കെ ശരീർ ഗന്ദഗി സെ ഫരാ ഹുവാന്ന്. तुम्हें हर समय दूसरा उसकी बहन अल्ले उसकी बहन ने बोला. इसका शरीर गंदगी से भरा हुआ എന്ന് പറഞ്ഞതാണ് അദ്ദേഹത്തിന്റെ സഹോദരിയാണ്. അപ്പോൾ ധന്യ ഹോ തും കി തുമ്നെ മുझे सहारा दिया. धन्य हो तुम धन्य हो तुम धन्य हो तुम कि तुमने मुझे सहारा दिया. ആരാണ് പറഞ്ഞത്? നന്ദിയുണ്ട് നീ എനിക്ക് സഹായം ചെയ്തതിനെന്ന് ആരാണ് പറഞ്ഞത്? ഡാനിയലിനെ കഹ അല്ലേ? ഡാനിയൽ സഹായിച്ച വ്യക്തി. ആരെയാണ് സഹായിച്ചത്? ഡാനിയൽ. ഡാനിയലിനെ ഡാനിയലിനെ കഹ. ഒന്നുകൂടി പറയാം. ഇസ്കാ സവാർ കഹീം ഗിർ ഗയാ ഹേ. ഇതിൻ്റെ പുറത്തിരുന്ന സവാരി ചെയ്ത ആള് വീണ് പോയതാണെന്ന് പറഞ്ഞത് ആരാണ്? അബ്രഹാം ലിങ്കൻ. അരേ അബ്രഹാം രഹ്നെ പി ഥോ. അരേ അബ്രഹാം രഹ്നെ പി ഥോ എന്ന് പറഞ്ഞത് ആരാണ്? ഏക് സാത്തി, ഒരു സുഹൃത്ത്. മേരാ അനുമാൻ സച്ച് നികല. എൻ്റെ അനുമാനം ശരിയാണെന്ന് പറഞ്ഞത് ആരാണ്? അബ്രഹാം ലിങ്കൻ തന്നെയാണ് പറഞ്ഞത്. എൻ്റെ അനുമാനം ശരിയാണ്. ആ കുതിരയുടെ പുറത്ത് സഞ്ചരിച്ചുകൊണ്ടിരുന്ന വ്യക്തി താഴെ വീണ് പോയതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇസ്കാ സാരാ ശരീര ഗന്ദഗി സെ ഭരാ ഹുവാ ഹേ. ഇസ്കാ സാരാ ശരീര, ഇദ്ദേഹത്തിൻ്റെ എല്ലാ ശരീരം മുഴുവനും, സാരാ ശരീരം എന്ന് വെച്ചാൽ ശരീരം മുഴുവനും അഴുക്കാണെന്ന് പറഞ്ഞത് ആരാണ്? അദ്ദേഹത്തിൻ്റെ സഹോദരി. ധന്യ ഹോ തും കി തുമ്നെ മുझे സഹാരാ ദിയ. ധന്യവാദ്, അങ്ങ് എനിക്ക് വേണ്ടി സഹായം ചെയ്തതിനെന്ന് പറഞ്ഞത് ആരാണ്? സഹായിച്ചത് ആരെയാണ്? ഡാനിയൽ എന്ന് പറഞ്ഞ വ്യക്തിയാണ്. അദ്ദേഹത്തെ സഹായിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് നന്ദിയാണ് പറഞ്ഞത്. ഇത്രയും സഹായിച്ചതിന്, ഇത്രയും അഴുക്കായി കിടന്ന് എന്നെ സഹായിച്ചതിന് നന്ദി പറഞ്ഞത് ആരാണ്? ഡാനിയൽ എന്ന വ്യക്തി അബ്രഹാം ലിങ്കനോട്. ഓക്കെ, അപ്പം നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. 2 വർക്കുകൾ നമ്മൾ ചെയ്തു. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റിൽ തന്നെ ഈ വർക്കുകൾ ചെയ്ത് മാഡത്തിന് സെൻഡ് ചെയ്ത് തരണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മാഡത്തിനോട് ചോദിക്കണം. ഓക്കെ ചിൽഡ്രൻ, ലെറ്റ് us wind up the class. See you tomorrow.